സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7 മണി മുതൽ പല ബൂത്തുകൾക്ക് മുന്നിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ആവേശകരമായ പോളിംഗിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. 185 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 1,94,706 വോട്ടർമാരാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ളത്. 1,290,000 സ്ത്രീ വോട്ടർമാരും 94,412 പുരുഷ വോട്ടർമാരും 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉണ്ട്. 790 ഭിന്നശേഷി വോട്ടർമാരും ഉണ്ട്. UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ് പാലക്കാട്. ആകെ 10 സ്ഥാനാർത്ഥികളാണ് ഉപതിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. എങ്കിലും ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. UDFനായി കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും LDFനായി CPM സ്വതന്ത്രനായ P സരിനും NDAക്കായി BJPയുടെ C കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്ന് സുപ്രീം കോടതി. 1 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി നടപടി. അന്വേഷണത്തിനെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. നേരത്തെ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസ് ഗുരുതരമാണെന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ലഹരിമരുന്നു കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തി എന്നതാണ് കേസ്. കേസിലെ 2ാം പ്രതിയാണ് ആന്റണി രാജു. കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച് പ്രതിയെ അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു രക്ഷപ്പെടുത്തി എന്നതാണ് കേസ്. ആണവ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് റഷ്യ അംഗീകാരം നൽകിയതോടെ യൂറോപ്പ് ആണവയുദ്ധ ഭീഷണിയിൽ. ബാഹ്യ ആക്രമണമുണ്ടായാൽ പ്രതികാരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന പരിഷ്കാരത്തിന് ചൊവ്വാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകിയത്. റഷ്യക്കെതിരെ യുക്രൈൻ 6 ദീർഘദൂര അമേരിക്കൻ മിസൈലുകൾ തൊടുത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു റഷ്യയുടെ നീക്കം. ഇതോടെ ഏതു നിമിഷവും യുദ്ധം ഉണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് നാറ്റോ രാജ്യങ്ങൾ. സാഹചര്യം നേരിടാൻ തയ്യാറെടുക്കണമെന്ന് വ്യക്തമാക്കി പല രാജ്യങ്ങളും പൗരന്മാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു. ആണവയുദ്ധത്തെ എങ്ങനെ നേരിടാം എന്ന് വിവരിക്കുന്നതാണ് ലഘുലേഖ. അടുത്ത കാലത്തായി ഏറ്റവും അധികം മുന്നേറ്റമുണ്ടാക്കിയ മേഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. കുറഞ്ഞ വേഗതയുടെയും മോശം സേവനത്തിന്റെയും ഒക്കെ പേരിൽ നിരന്തരം പഴി കേട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ റെയിൽവേ അടുത്ത കാലത്തായി നിരവധി മാറ്റങ്ങളുമായി മുഖംമിനുക്കൽ നടത്തിവരികയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ വരവുൾപ്പെടെ ഇതിലെ സുപ്രധാനമായ ചില ഏടുകളാണ് മികച്ച സർവീസും നല്ല വേഗതയും ഒക്കെയായി വന്ദേ ഭാരത് ജനഹൃദയങ്ങളെ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിനു പുറമെ കൂടുതൽ ഇടങ്ങളിലേക്ക് സെമി ഹൈസ്പീഡ് ട്രെയിൻ സംവിധാനം അടക്കം വ്യാപിപ്പിക്കാനും അമൃത് ഭാരത് പോലെയുള്ള വേഗതയേറിയ ട്രെയിനുകൾ കൊണ്ടുവരാനും ഒക്കെയുള്ള റെയിൽവേയുടെ ശ്രമങ്ങൾ കയ്യടി അർഹിക്കുന്നു. ഇന്നത്തെ ഇന്ത്യൻ ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.